ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ മലബാർ കിച്ചണിലെ റെസിപ്പി വീഡിയോ എന്നല്ല, ഒരു കുട്ടി വ്ളോഗാണ്. നമ്മുടെ ചാനൽ നമ്മൾ അങ്ങനെ വ്ളോഗൊന്നും സാധാരണ ഇടാറില്ല. ഞങ്ങൾ ഈ ഒരു സമ്മർ വെക്കേഷൻ സ്റ്റാർട്ടായി ഞങ്ങളിത് നാട്ടിൽ പോകണ്ടെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എല്ലാ വർഷവും നമ്മൾ നാട്ടിലോട്ട് കറങ്ങുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു വർഷം പോകാണ്ടിരിക്കും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, സത്യത. അതിപ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നാട്ടിൽ പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു സങ്കടമാണെന്നുള്ളത്. പിന്നെ നാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അനിയത്തിയുടെ അടുത്തോട്ടേക്കാണ് പോകുന്നത്, കൊച്ചിയിലോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ വീട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് എവിടെയാണ് പോകുന്നത്? ഒരു ചുട്ട എവിടത്തോട്ടേക്കാണ് പോകുന്നത്? നാട്ടിൽ എവിടത്തോട്ടേക്കാണ് പോകുന്നത്? കൊച്ചിയിലോട്ടേക്കാണ് പോകുന്നത്. ആൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വെനസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാളെയാണ്, വ്യാഴാഴ്ചയാണ് പോകുന്നത്. രാവിലെ 11:30ക്കാണ് ഫ്ലൈറ്റ്. കൊച്ചിയിലോട്ടാണ് ഏകദേശം എനിക്കൊന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് അവിടെ എത്തുക. അനിയത്തിയുടെ ഹസ്ബൻഡും അവിടെ സെറ്റിൽഡ് ആണ്. ഇങ്ങനെ സർപ്രൈസ് പോകാമെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സർപ്രൈസ് ആക്കാം. പാരൻസിനോട് പറയുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും കൊച്ചി വരെ വരണം. അനിയത്തി ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ആളുടെ വീടൊന്നും പുതിയ ഫ്ലാറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ പാരൻസിനെ അങ്ങോട്ടേക്ക് കൂട്ടാം. അങ്ങനെ ഞങ്ങളെ പാരൻസും ഉണ്ട്, അതുപോലെ തന്നെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസിനെയും കൊച്ചിയിലോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ വെള്ളിയാഴ്ചയാണ് അവിടെ എത്തുക. ഞങ്ങൾ അതിന് മുന്നേ എത്തും. അപ്പോൾ അവർ വരുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളായിരിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം. അറിയില്ല ഫ്ലൈറ്റ് ഡിലേ ആവുമോ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്തെങ്കിലും ക്യാൻസലേഷൻ വന്ന് ഞങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത മൊത്തം പരിപാടി കൊള്ളാമെന്നറിയാം. ഫുള്ളായിട്ട് അങ്ങനെ വ്ളോഗ് എടുക്കാൻ എനിക്കങ്ങനെ കുറച്ച് എന്തോ ഒരു ചമ്മലുണ്ട്. അതുകൊണ്ടാണ് വ്ളോഗിൽ നിന്ന് എപ്പോഴും ഇങ്ങനെയുള്ള ട്രാവൽ വ്ളോഗ്സ് ഇവിടെയില്ല ബഹറിലുള്ള പ്ലേസസൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കും എപ്പോഴും. പക്ഷേ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അത്ര അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും കോളായിട്ട് തോന്നിയിട്ടുണ്ട് കമൻറ്റ് ചെയ്ത് പേടിപ്പിക്കരുത്. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 9 മണിയായിട്ടാണ്. എനിക്ക് കുറച്ച് ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി. അപ്പോൾ മോൻ്റെ സാധനങ്ങളൊക്കെ അവനൊരു കുഞ്ഞു ക്യാരി ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അധികം ലഗേജസ് ഒന്നുമില്ല. ഇപ്പോൾ രാവിലെയുള്ള വീഡിയോ ആണ് ഞാനിതിപ്പോൾ മോനെ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവന് രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം ഞങ്ങളന്ന് വീട്ടിൽ ഉണ്ടാക്കിയില്ല, പുറത്തുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ദോശയും സാമ്പാറും വാങ്ങിച്ച് കഴിച്ചു. റിച്ചുക്കുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ദോശയും സാമ്പാറും കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് കുളിപ്പിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷർട്ട് കുറച്ചങ്ങ് ലൂസായി പോയെന്ന് തോന്നുന്നു. ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി അവൻ്റെ ഡ്രസ്സിന്. അപ്പോൾ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് പിന്നെ ഏകദേശം എനിക്കൊന്നൊരു 7:30 ടൈം. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. 11:20 ഫ്ലൈറ്റ്. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ബഹ്റൈനിൽ ഞങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, ഞങ്ങളെ ഗാർഡിയൻ എന്ന് തന്നെ പറയാം, സുരേഷ് ഏട്ടൻ. ശരിക്കും ഞങ്ങൾ പറയാം ബഹ്റൈനിൽ ഞങ്ങളുടെ അച്ഛനാണെന്ന് പറയാം കേട്ടോ. കാരണം അത്രയധികം ഞങ്ങളുടെ റിലേഷനല്ല, ബ്ലഡ് റിലേഷനോ ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ഏകദേശം 8 വർഷമായിട്ട് അറിയുന്ന ഏട്ടനാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിനും എന്ത് അഡ്വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ എന്ത് കാര്യത്തിനും ഞങ്ങൾ ഏട്ടനോടാണ് പറയുന്നത്. അപ്പോൾ ആൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്, ആളാണ് ഞങ്ങളവിടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് ഏട്ടൻ്റെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി തിരിച്ച് ഏട്ടൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവെക്കാമെന്നുള്ള രീതിയിലാണ്. സാധാരണ ഞങ്ങൾ എയർപോർട്ടിൽ എപ്പോഴും ഏട്ടൻ തന്നെയാണ് വിടാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സുരേഷ് ഏട്ടൻ കേട്ടോ, ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് ബഹ്റൈനിലത്തെ. അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവുമോ, ടൈമിൽ ചേഞ്ച് വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൺ ടൈം തന്നെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. റിച്ചുക്കുട്ടൻ ഊരി കൊടുത്തിട്ടുള്ള വാച്ചും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി എനിക്ക് എന്തായാലും ഒരു കോഫി കുടിക്കണം എന്ന് അത്ര അത്യാവശ്യമായിരുന്നു. കാരണം എനിക്ക് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ത്രോട്ട് പെയിൻ ആയിരുന്നു. മെഡിസിനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒട്ടും വയ്യാത്തത് കൊണ്ട് പിന്നെ അതങ്ങ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചാകുമ്പോഴത്തേക്കും സമയമാവും. കറക്റ്റ് ടൈം തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്.
ഓൾമോസ്റ്റ് ഇപ്പോൾ 6:20 ആയിട്ടോ. വൈകുന്നേരം 6:20 നമ്മൾ നാട്ടിലെത്തിയത്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊച്ചിയിലോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് കാലിക്കറ്റ് കണ്ണൂർ, ഞങ്ങൾ കണ്ണൂരാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് നല്ല ഡിസ്റ്റൻസാണ്. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രി ഫാമിലി മൊത്തമായിട്ട് ഒരുമിച്ചിട്ട് തിരിച്ചു പോകുന്ന രീതിയിലാണ്. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ, അതായത് ഇതിപ്പം 5th ആണ് കേട്ടോ. അവർ പാരൻസിനെ കൂട്ടിയിട്ട് വന്നിട്ട് വേഗം അനിയത്തി വന്നിട്ട് അവരെ കയറുമ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ വേണ്ടി അവൾ ഓടി ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് മുമ്പിൽ നടക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ബാക്കിലിപ്പോൾ കാണുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഏട്ടൻ്റെ അമ്മമ്മയാണ് കേട്ടോ, അതായത് അമ്മയുടെ അമ്മയാണ്. പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഈ ഗ്രീൻ ഷെയ്ഡ് ഇട്ടുള്ളതാണ് എൻ്റെ അച്ഛൻ. അതിന് പിറകിൽ വരുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്, അത് ഹസ്ബൻഡിൻ്റെ അനിയൻ. രണ്ട് ഫാമിലിയും എന്താ പറയുക, ഭയങ്കര കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അത്രയും നല്ല കൂട്ടാണ്. അപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടപ്പോൾ ഉള്ള റിയാക്ഷൻ ശരിക്കും. ആദ്യം അമ്മമ്മയൊക്കെ കുറച്ച് അടിയായിരുന്നു കേട്ടോ, പറഞ്ഞിട്ടില്ല ദുഷ്ടന്മാരെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരെല്ലാവരെക്കാളും ഭയങ്കര സർപ്രൈസ്ഡ് ആയത് എനിക്കൊന്ന് എൻ്റെ അച്ഛനാണ്. കാരണം അച്ഛൻ ഞങ്ങൾ ജസ്റ്റ് വന്നു കഴിഞ്ഞ പാടെ ആൾ വാഷ്റൂമിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങളതിനുള്ളിലുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് വാഷ്റൂമിൽ നിന്ന് പുറത്ത് വരുന്നത്. ആൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ ശരിക്കും മനസ്സിലായില്ല. അനിയനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇത് അനിയനാണോ, ഇതെന്താന്നുള്ളൊരു പോലെയായിരുന്നു അച്ഛൻ്റെ എക്സ്പ്രഷൻ. എനിക്ക് ശരിക്കും എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പിയായി. ആദ്യം അമ്മമ്മയൊക്കെ കുറച്ച് പരാതിയൊക്കെ പറഞ്ഞു, കാരണം ഇന്നലെ വിളിച്ചപ്പോൾ പോലും നീ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് സങ്കടമായിരുന്നു ഞങ്ങളില്ലാത്തതിൻ്റെ. അപ്പോൾ ശരിക്കും നല്ലൊരു, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ശരിക്കും അവർക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം ഞങ്ങൾ തിരിച്ച് August 4 കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുവരെ ഞങ്ങൾ റെസിപ്പി വീഡിയോസൊന്നും ഇടുന്നില്ല ചാനലിൽ. പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊരു വ്ളോഗ് ഇടാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.